ഈ ഓഗസ്റ്റ് മാസം 21-ാം തീയതി എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. തരം കിട്ടുന്നിടത്ത് പാർക്കുവാനായിട്ട് വീട് വിട്ടുപോയ ഒരു ലേവ്യൻ്റെ കഥയാണ് ഈ അധ്യായത്തിൽ നമുക്കുള്ളത്. എഫ്രൈമ്യ ഗോത്രത്തിൽ അവരുടെ സ്ഥലത്ത് എഫ്രൈമ്യനായ മീഖാവിൻ്റെ വീട്ടിലാണ് ഈ ലേവ്യൻ വന്നു ചേർന്നത്. യെരുശലേമിലെ സമാഗമന കൂടാരത്തിൽ ദൈവാരാധനയെ വ്യാപരിക്കേണ്ട ലേവ്യൻ വിഗ്രഹാരാധനയുടെ പുരോഹിതനായിട്ട് ഇവിടെ തീരുകയാണ് ചെയ്തത്. ലേവ്യൻ്റെ തൊഴിൽ വിഗ്രഹപൂജ ആണെങ്കിലും ഈ ആഹാരവും വസ്ത്രവും താമസവും സ്ഥാനവും ഒക്കെ ആ യുവാവ് കിട്ടി അത് സംതൃപ്തനായി തീർന്നു. പല ആളുകളും അങ്ങനെയാണ്. ദൈവസേവയിലാണ് ആയിരിക്കേണ്ടത് എങ്കിലും ഇപ്പോഴത്തെ സേവയിൽ ആഹാരവും ജലവും ഒക്കെ കഴിയുന്നതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണെന്ന് പറയും. യഥാർത്ഥമായ സന്തോഷം നമുക്ക് നൽകേണ്ടത് ദൈവം കൽപ്പിച്ചാക്കി ശുശ്രൂഷ ഇരിക്കുമ്പോഴല്ലേ. ഒരു ലേവ്യന് വിഗ്രഹപൂജയുമായിട്ട് എന്ത് ബന്ധമാണ്? എന്ത് ബന്ധമാണ്? ഒരു ബന്ധവുമില്ല. പക്ഷേ അവനിപ്പോഴും അതിലാണ് വ്യാപരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ അവൻ സന്തോഷമായിട്ട് ഈ ലേവ്യന് ഈ എഫ്രൈമിൻ്റെ വീട്ടിൽ മീഖാവിൻ്റെ വീട്ടിൽ സന്തോഷമായിരിക്കുകയാണ്. കൂലി കിട്ടും, വസ്ത്രം കിട്ടും, ആഹാരവും കിട്ടും, പിന്നെ വല്ലപ്പോഴൊക്കെ പൂജ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാൻ ഗോത്രക്കാർ മീഖാവിൻ്റെ വീട് ആക്രമിക്കുന്നത്. അവരെ കടന്നു വന്നിട്ട് മീഖാവിൻ്റെ ഗൃഹവിഭവങ്ങളും പുരോഹിതനും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൊള്ളാം, അവർ കണ്ടപ്പോൾ നിന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ ഇന്നാരാ കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ വന്ന് നിനക്ക് എന്തോ കിട്ടുമെന്ന് ചോദിച്ചു, ഇന്നത് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഒക്കെ ശരി. അപ്പോൾ അവർ പറഞ്ഞു, ഇതാ നീ ഒരു മനുഷ്യൻ്റെ പുരോഹിതനായിരിക്കുന്നതാണോ നല്ലത്, അതൊരു ഗോത്രത്തിൻ്റെ മുഴുവൻ പുരോഹിതനായിരിക്കുന്നതാണോ നല്ലത്? നിനക്ക് ഞങ്ങൾ ഇന്നതിൻ്റെ തരാമെന്ന് പറയുമ്പോൾ അവൻ്റെ മനം തെളിഞ്ഞെന്നാണ് പറഞ്ഞു. അവൻ്റെ മനം തെളിഞ്ഞു, അവൻ്റെ ചെറിയ ചിരിയൊക്കെ വന്നു. അവനെ അതുപോലെ പോറ്റിയതായിരിക്കുന്ന ഈ മീഖാവിനോടുള്ള നന്ദിയൊന്നും അവൻ കാണിച്ചില്ല. അവനെ വിഗ്രഹം എടുത്തിട്ട് ഈ ദാൻ ഗോത്രക്കാരുടെ നടുവിൽ ഇറങ്ങി നിന്നാണ് പറഞ്ഞത്. എന്നിട്ട് വിഗ്രഹവും കൊണ്ട് അവനൊരു പോക്കെയാണ്. അവർ ആ പുരോഹിതനെയും കൂട്ടിക്കൊണ്ടുപോയി. ആദ്യം എതിർത്ത പുരോഹിതൻ ആദ്യം അവൻ്റെ അല്പം എതിർപ്പൊക്കെ പറഞ്ഞു, ശരിയല്ലെന്നൊക്കെ തോന്നി. എങ്കിലും വാഗ്ദത്തങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷം തോന്നി. പറയുന്ന അവൻ്റെ മനം തെളിഞ്ഞെന്നാണ് പറയുന്നത്. ചില ആളുകളുടെ മനം തെളിയാനായിട്ട് എന്ത് കിട്ടുമെന്നുള്ള ആ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്ത് കിട്ടും? എന്ത് ചെയ്യണമെന്നുള്ളതല്ല. ഞാനവിടെ വന്നാൽ എന്താ ചെയ്യേണ്ടത് അതല്ല വിഷയം. എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളതാണ് വിഷയം. നിനക്ക് ഇവിടെ തരുന്നതിനേക്കാൾ മീഖാവ് തരുന്നതിൻ്റെ 10 ഇരട്ടി തരാമെന്നോ 5 ഇരട്ടി തരാമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്നാൽ പിന്നെ ദൈവത്തിൻ്റെ ഹിതം അതല്ലേ, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവൻ പോയി. എന്നിട്ട് രസകരമായ അല്ലെങ്കിൽ സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ ഈ പുരോഹിതൻ? ഈ പുരോഹിതന് മോശയുടെ മകനായ ഗർശോമിൻ്റെ കൊച്ചുമകനാണ്. നിങ്ങളിത് വായിക്കുമ്പോൾ ഭാഗം വായിക്കുമ്പോൾ അറിയാം. മോശയുടെ മകനായ ഗർശോമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളാണ് എന്നാണ് സൂചന. എത്ര പരിതാപകരമായ അവസ്ഥയാണ് ഇസ്രായേലുണ്ടായിരുന്നത്. ദൈവത്തിൽ നിന്നും കൽപ്പനകൾ വാങ്ങി യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത് എന്ന കൽപ്പന വാങ്ങി നൽകിയതായിരിക്കുന്ന മോശയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ 2-3 തലമുറ കഴിഞ്ഞപ്പോൾ ഒരുത്തിന് എഴുന്നേറ്റിരിക്കുന്ന വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാനായിട്ട്. ഇതിനേക്കാൾ വലിയൊരു അധപതനം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ടോ? ദാൻ ഗോത്രം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയുടെ ഗോത്രമാണ്. പിൽക്കാല ചരിത്രം നോക്കുമ്പോഴേ അറിയാം, വിഗ്രഹാരാധനയോട് നശിച്ച ഒരു ഗോത്രമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 144,000 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ദാൻ ഗോത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചില ആളുകൾ പറയുന്നത് ദാൻ ഗോത്രം വിഗ്രഹാരാധനയിൽ പൂർണ്ണമായി പെട്ടുപോയി. എതിർക്രിസ്തു വന്നപ്പോൾ എതിർക്രിസ്തുവിൻ്റെ വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ അവരും കൂട്ടി. കാരണം ദാൻ ഗോത്രക്കാർ എന്നും വിഗ്രഹാരാധനയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനമായിട്ട് വരുമ്പോൾ 12 ഗോത്രങ്ങൾ എന്ന പരാമർശത്തിൽ ദാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദാൻ ഗോത്രക്കാർ എന്നത്തേക്ക് നശിച്ചു പോയി എന്നത് അർത്ഥമില്ല. പക്ഷേ വെളിപ്പാട് 7 ഒഴിവാക്കിയിട്ടുള്ളതുപോലെ ദാൻ ഗോത്രത്തെ ഒഴിവാക്കാനാണ് ഒരു പക്ഷേ സാധ്യതയുള്ളതെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുമെന്നുള്ള ചോദ്യമല്ല, നാം എന്താണ് ചെയ്യേണ്ടത്, നാം എന്ത് ജോലിയാണ് ചെയ്യുന്നത്, നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള ജോലിയാണോ ചെയ്യുന്നത്, നാം ചെയ്യുന്ന ശുശ്രൂഷ ദൈവം അംഗീകരിക്കുന്ന ശുശ്രൂഷയാണോ? അതാണ് നാം പ്രധാനമായി ചോദിക്കേണ്ടതായിരിക്കുന്ന ശുശ്രൂഷ. ഈ മീഖാവിന് വീട്ടിൽ വന്ന് മീഖാവ് അവനെ പുരോഹിതനായിട്ട് കരപൂർണം ആക്കിയപ്പോൾ അവൻ റിഫ്യൂസ് ചെയ്യേണ്ടതാണ്. ഞാനൊരു ലേവ്യനാണ്, വിഗ്രഹവുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞാൻ യെരുശലേം ദൈവത്തെ ആരാധിക്കാൻ കടപ്പെട്ടവനാണ് എന്നവൻ പറയേണ്ട. പക്ഷേ അവൻ പറഞ്ഞില്ല. കാരണം അവന് തരം കിട്ടുന്നിടത്ത് പാർക്കാൻ പോകുന്ന ആളുകളാണ്. ഈ തരം കിട്ടുന്നിടത്ത് പാർക്കാൻ പോകുന്ന ആളുകൾക്ക് എന്നെ ജോലി ചെയ്യണമെന്നുള്ള നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. തരം കിട്ടുന്നിടത്ത് പാർക്കാൻ ചെല്ലുന്നിടത്ത് തരം കിട്ടുന്നിടത്ത് പാർക്കുക, തരം കിട്ടുന്ന ജോലി ചെയ്യുക.
എവിടെ കൂലി കിട്ടുന്നത് അത് ചെയ്യുക, അതേ ഉള്ളൂ. ദാൻ ഗോത്രക്കാർ വന്നപ്പോഴും അവരവനെ ചോദിച്ചു നിനക്ക് എന്തോ കിട്ടും, ഇന്നത് കിട്ടുമെന്ന്. ഇല്ല ഇന്നത് തരാമെന്ന് പറഞ്ഞു. നീ ഒരു മനുഷ്യൻ്റെ പുരോഹിതനല്ലേ, നീ ഒരു ഗോത്രത്തിൻ്റെ പുരോഹിതനാകുമെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമാണല്ലോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയി. അവർക്ക് ദൈവത്തിന് വേണ്ടി ആലോചന പോലും അവൻ ചോദിച്ച് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പോകുന്ന വഴി ദൈവം അനുഗ്രഹിക്കും, തീർച്ചയായും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ ദാൻ ഗോത്രക്കാർക്ക് എന്തോ ഒരു അനുഗ്രഹമാണെന്നറിയാമോ? കാരണം ദൈവത്തിൻ്റെ ഒരു പുരോഹിതൻ അവർക്ക് കിട്ടിയിരിക്കുന്നു. എന്തൊരു ലേവ്യനെ ഒരു പുരോഹിതനായി കിട്ടിയിരിക്കുന്നു. ആളുകളുടെ ചിന്താഗതികളാണ്. തെറ്റും കുറ്റവും ചെയ്യുമ്പോൾ പിന്നെ ഇതുപോലെ നോക്കേണ്ട ആവശ്യമുണ്ടോ? പണ്ടാരോ പറഞ്ഞ പോലെയാണ്, മുങ്ങി ചാകുന്നിടത്ത് പിന്നെ എത്ര അടി വെള്ളമുണ്ടെന്ന് നോക്കിയിട്ട് കാര്യമുണ്ടോ? നിനക്ക് നീന്തറിയില്ല, നീ ആഴത്തിലേക്ക് ഇറങ്ങി ചാടി, 100 അടി ഉണ്ടെങ്കിൽ എന്താ, 50 അടി ഉണ്ടെങ്കിൽ നീ ചാകുമെന്ന് പറഞ്ഞ പോലെയാണ്. നീ ചെയ്യുന്ന മഹാപാപമാണ്. ഈ പാപം ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ആഴവും വീതി വളക്കേണ്ട ആവശ്യമുണ്ടോ? പണ്ടൊരാൾ പറഞ്ഞു, പരാജയപ്പെടുന്ന കമ്പനിയുടെ CEO ആയിരിക്കുന്നതിനേക്കാൾ വിജയിക്കുന്ന കമ്പനിയുടെ പിയൂണായിരിക്കുന്നതല്ലെന്ന് പറഞ്ഞു. ശരിയല്ലേ? ഇദ്ദേഹം പരാജയപ്പെടുന്ന കമ്പനിയുടെ CEO ആയിട്ടാണ് പോയിരിക്കുന്നത്, ഇപ്പോൾ ജോലി കിട്ടിപ്പോയിരിക്കുന്നത്. കാരണം വിജയിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ഇസ്രയേലാണ്. ഇസ്രയേലിൻ്റെ പൗരോഹിത്യവും ഇസ്രയേലിൻ്റെ ആരാധനക്രമവുമാണ്. അത് വിട്ടിട്ട് പരാജയപ്പെടുന്ന കമ്പനികളുടെ CEO ആയിട്ട് കിട്ടിയിടുന്നത് കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും പറയുന്നത് ആ ലേവ്യ പുരോഹിതൻ ദാസൻ അവൻ്റെ മനം തെളിഞ്ഞെന്നാണ്. അവൻ്റെ മനം തെളിഞ്ഞു. ഞാനതേക്കുറിച്ച് പറഞ്ഞ മനം തെളിഞ്ഞിട്ട് എന്ത് കാര്യമാണ്? മനം തെളിഞ്ഞിട്ട് എന്ത് കാര്യമാണ്? വിഗ്രഹാരാധനയാൽ യഹൂദൻ്റെ മാനം നഷ്ടപ്പെടുകയാണ്. വിഗ്രഹാരാധനയുടെ പുരോഹിതനായി തീർന്നിട്ട് മനം തെളിഞ്ഞാൽ എന്ത് നന്മയാണുള്ളത്? ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്ന് പറഞ്ഞാൽ എത്ര ശരിയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കും രീതിയിലേക്കുമാണ് വന്നിരിക്കുന്നത്. അനേക വിശ്വാസികളും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കാശ് കിട്ടിയാൽ ഏത് ജോലിയും ചെയ്യും. അതെ, കാശ് കിട്ടിയാൽ ഏത് ജോലിയും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. സൗന്ദര്യവും വിദ്യാഭ്യാസവും പണമുള്ള പെണ്ണാണെങ്കിൽ ചെറുക്കനാണെങ്കിൽ ദൈവഹിതപ്രകാരമാണ്. അപ്പോൾ ആ കല്യാണം ദൈവഹിതപ്രകാരം. കാരണം ദൈവഹിതപ്രകാരമല്ലേ? കാശിഷ്ടം പോലുണ്ട്, സൗന്ദര്യമുണ്ട്, പണമുണ്ട്, അതുപോലെ തന്നെ പ്രതാപമുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ എന്താ ഒരു കല്യാണത്തിന് വേണ്ടത്? ഇല്ല. അവിശ്വാസിയെ വിവാഹം കഴിക്കരുതെന്ന വചനം പറഞ്ഞിരിക്കുന്നെങ്കിൽ ഈ അവിശ്വാസിക്ക് എന്തെല്ലാം ഗുണമുണ്ടായാലും അവൻ അവിശ്വാസിയാണ് എന്നുള്ള ഏക കാരണത്താൽ അവന് യോഗ്യനല്ല, വിവാഹത്തിന് യോഗ്യനല്ല. നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഈ ലേവ്യന് പറ്റിയതായിരിക്കുന്ന ദോഷം നമുക്ക് പറ്റരുത്. എൻ്റെ പ്രിയമുള്ളൊരു ലേവ്യക്കാരെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഗോത്രക്കാരനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സത്യദൈവത്തെ ആരാധിക്കുവാനെ തിരഞ്ഞെടുത്തവരാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. തരം കിട്ടുന്നിടത്ത് താമസിക്കാൻ പോകുന്നവനെ തരമായി കിട്ടുന്ന ഏത് ജോലിയും എടുക്കും. നമ്മളങ്ങനെ ചെയ്യരുത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ ലേവ്യക്കാരന് പറ്റിയതായിരിക്കുന്ന അബദ്ധത്തെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. ഞങ്ങളും ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ്. എന്നാൽ ഞങ്ങൾ ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. വചനപ്രകാരം ശരിയെന്ന് കാണുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസത്തിനായി സ്തോത്രം. ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിൻ്റെ പോക്കിലും വരവിലും എല്ലാ ചെയ്തികളിലും അവിടുത്തെ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.